Good morning to all of you. Today we are going to discuss about second application of chi-square test. That is testing independence of two attributes. X-square test is used to determine whether two or more attributes are independent. For example, one may test whether a medicine is effective in controlling fever. In this case, we take the null hypothesis that the attributes medicine and control of fever are independent. It means that the medicine is ineffective. If the estimated value of x square is less than the table value of x square at a certain level of significance for a given degree of freedom, the null hypothesis is true. Otherwise, we reject the null hypothesis. Usually, attributes are presented in contingency tables. A contingency table is a frequency table in which a sample from the population is classified according to two attributes which are divided into two or more classes. When there are only two divisions for each attribute, the contingency table is known as 2 into 2 contingency table. chi-square ടെസ്റ്റിൻ്റെ രണ്ടാമത് ആപ്ലിക്കേഷൻ എന്ന് പറയുക, രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണോ അഥവാ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ അസോസിയേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറയുക? നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവണം. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ആട്രിബ്യൂട്ട് എന്ന് പറയുക. ഇവിടെ മെഡിസിനും കൺട്രോൾ ഓഫ് ഫീവറും, മെഡിസിൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, ഫീവറിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു ആട്രിബ്യൂട്ടാണ്. നമുക്കറിയാം മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ പനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ഇവിടെ മെഡിസിൻ എന്ന് പറയുന്നതും കൺട്രോൾ ഓഫ് ഫീവർ എന്ന് പറയുന്നത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ പറയാൻ പറ്റും, മെഡിസിൻ ഈസ് ഇൻഎഫക്റ്റീവ്. മെഡിസിൻ എഫക്റ്റീവ് അല്ല, മെഡിസിൻ പനിയെ സ്വാധീനിക്കുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ആ അസംഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുക. മെഡിസിൻ ഈസ് ഇൻഎഫക്റ്റീവ്. അപ്പോൾ അവിടെ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ അസോസിയേഷൻ ഇല്ല എന്നാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഹൈപ്പോത്തിസിസ്, നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുക. ഇനി അത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഡിസൈഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും വെച്ച് നമ്മളുടെ നേരത്തെ പഠിച്ച chi-squareൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിയുമ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടും. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഈസ് ഇൻഎഫക്റ്റീവ്. എന്ന് പറഞ്ഞാൽ മെഡിസിനും കൺട്രോൾ ഓഫ് ഫീവറും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി അത് റിജക്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും, മെഡിസിൻ ഇഫക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ മെഡിസിൻ പനിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിൽ അസോസിയേറ്റഡ് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളവ, അഥവാ രണ്ട് ആട്രിബ്യൂട്ട് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് chi-square ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ളതിൻ്റെ ഫ്രീക്വൻസീസ് പലപ്പോഴും റോസ് ആൻഡ് കോളത്തിലായിരിക്കും തരിക. അങ്ങനെയുള്ള
ടേബിൾസിനെയാണ് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുക. അത് 2 ആട്രിബ്യൂട്ട് 2 റോസിലും 2 കോളത്തിലുമായിട്ടാണ് തരുന്നതെങ്കിൽ അങ്ങനെയുള്ള ടേബിൾസിനെയാണ് 2x2 കണ്ടിജൻസി ടേബിൾസ് എന്ന് പറയുക. അപ്പോൾ അവിടെ ആ ടേബിളിൽ തന്നിരിക്കുന്നത് നമുക്ക് നമ്മളുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആയിരിക്കും. എന്നാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യണം? ആ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി, കണ്ടിജൻസി ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. തുടർന്ന് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഉണ്ട് എങ്കിൽ സാധാരണ നമ്മൾ chi-square ടെസ്റ്റ് ചെയ്യുന്നത് പോലെ അതിൻ്റെ പ്രൊസീജിയർ പൂർത്തീകരിക്കുക. Next one is steps for testing independence of 2 attributes. Step 1, set up null hypothesis, that is the 2 attributes are independent, that is they are not associated. Step 2, compute the test statistic by the formula x square is equal to sigma o minus e all square divided by e. Step 3, degree of freedom is equal to r minus 1 into c minus 1, where r is the number of rows and c is the number of columns. For step 4, obtain table value for the degree of freedom and the desired level of significance. Step 5th, if the calculated value of x square is less than the table value, accept the null hypothesis, otherwise reject it. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 കോളവും 2 റോയുമാണ് തന്നിരിക്കുക. കോളംസ് അറ്റാക്ഡ്, നോൺ അറ്റാക്ഡ്, ദെൻ റോസ് ഇന്നോക്കുലേറ്റഡ്, നോട്ട് ഇന്നോക്കുലേറ്റഡ്. അപ്പോൾ ഇത് 2 റോയും 2 കോളവും ഉള്ളതാണ്. അതുകൊണ്ട് ഇത് 2x2 കണ്ടിജൻസി ടേബിളാണ്. ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക x-square test, use x-square test and conclude whether inoculation is effective in preventing tuberculosis. ഇന്നോക്കുലേഷൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുക വാക്സിനേഷൻ എന്നുള്ളതാണ്. വാക്സിനേഷൻ ട്യൂബർകുലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ ഇന്നോക്കുലേഷൻ ഇഫക്റ്റീവ് ആണോ. അപ്പോൾ അവിടുത്തെ 2 ആട്രിബ്യൂട്ട് എന്ന് പറയുക വാക്സിനേഷൻ അഥവാ ഇന്നോക്കുലേഷൻ, ദെൻ അതുപോലെ തന്നെ അത് ട്യൂബർകുലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതുമാണ്. അപ്പോൾ അവിടെ ഈ 2 ആട്രിബ്യൂട്ട്സും തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ല, അസോസിയേറ്റഡ് അല്ല, അഥവാ അത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസിൽ. ദ 2 ആട്രിബ്യൂട്ട്സ് നെയിംലി അറ്റാക്ക് ആൻഡ് ഇന്നോക്കുലേഷൻ ആർ ഇൻഡിപെൻഡൻറ്റ്, ദാറ്റ് ഈസ് ഇന്നോക്കുലേഷൻ ഈസ് നോട്ട് ഇഫക്റ്റീവ്. അതായത് ആ വാക്സിനേഷൻ ആ ട്യൂബർകുലോസിസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മളുടെ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അതുകൊണ്ടാണ് പറയുക ഇന്നോക്കുലേഷൻ ഈസ് നോട്ട് ഇഫക്റ്റീവ് എന്നുള്ളത്. ഇനി നമ്മളത് തുടർന്ന് chi-square ടെസ്റ്റിൻ്റെ ടെസ്റ്റിംഗ് ഇൻഡിപെൻഡൻസ് ഓഫ് 2 ആട്രിബ്യൂട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളത് പ്രൂവ് ചെയ്യുകയാണ്. നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇന്നോക്കുലേഷൻ ഈസ് നോട്ട് ഇഫക്റ്റീവ്. അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കൺക്ലൂഷൻ ഇതായിരിക്കും, ഇന്നോക്കുലേഷൻ ഈസ് ഇഫക്റ്റീവ്. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അറ്റാക്കും ഇന്നോക്കുലേഷനും എന്തായിരിക്കും? നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പോൾ അത് ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവ തമ്മിൽ എന്തുണ്ട്? നമ്മളുടെ വാക്സിനേഷനും ഈ പറയപ്പെടുന്ന ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും തമ്മിൽ എന്താണ്? അസോസിയേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു മെഡിസിൻ എന്താകുന്നുള്ളൂ? ഇഫക്റ്റീവ് ആകുന്നുള്ളൂ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന
രണ്ട് റോസും രണ്ട് കോളംസും നമ്മൾ എഴുതുകയാണ്. അത് നമ്മളുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നെയാണ് അറ്റാക്ക്ഡ് എന്നുള്ളത്. ദെൻ നോട്ട് അറ്റാക്ക്ഡ് എന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ ഇന്നക്കുലേറ്റഡ്, ദെൻ നോൺ ഇന്നക്കുലേറ്റഡ്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. അത് നമ്മളുടെ എന്തായിരിക്കും? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. 31, 469, then 185, 1315. അപ്പോൾ ഇത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിജൻസി ടേബിൾ ആണ്. ഇതിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ റോയുടെയും ടോട്ടല്, അതുപോലെ തന്നെ ഓരോ കോളത്തിൻ്റെയും ടോട്ടല്, അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 31, 469. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ 500 ലഭിക്കും. ഇനി ഇതിനെ നമ്മൾക്ക് ഇക്വേഷൻ അടിസ്ഥാനത്തിൽ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സെല്ല്, ഇത് നമ്മളുടെ റോയും കോളവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഓരോന്ന് സെൽഫ് ഫ്രീക്വൻസി എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സെല്ല് എ എന്ന് പറയുക, സെക്കൻഡ് ബി എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു, തേർഡ് സി എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു, ഫോർത്ത് സെല്ല് ഡി എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റോയുടെ ടോട്ടൽ നമ്മൾ എടുത്തു. ദെൻ അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് റോയുടെ ടോട്ടൽ എടുക്കുക. അതായത് 185 പ്ലസ് 1315, അപ്പോൾ നമുക്ക് 1500 കിട്ടുക. തുടർന്ന് നമ്മൾ ഓരോ റോയുടെയും ടോട്ടൽ എടുക്കുക, ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ എടുക്കുക. അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ 31 പ്ലസ് 185, ദാറ്റ് ഈസ് 216. നെക്സ്റ്റ് കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 469 പ്ലസ് 1315, ദാറ്റ് ഈസ് 1784. അപ്പം അങ്ങനെ ഓരോ റോയുടെ ടോട്ടലും ഓരോ കോളത്തിൻ്റെ ടോട്ടലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഗ്രാൻഡ് ടോട്ടലൂടെ നമുക്ക് എഴുതാൻ പറ്റും. 500 പ്ലസ് 1500 2000, 216 പ്ലസ് 1784 എടുക്കുമ്പോഴും എന്ത് തന്നെ വരും? 2000 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് റോയുടെ ഓരോന്നിൻ്റെയും ടോട്ടൽ, കോളത്തിൻ്റെ ഓരോന്നിൻ്റെ ടോട്ടൽ, അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എടുത്തു. അത് നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നതിന് ആവശ്യമാണ് താനും. ഇനി അത് ഇക്വേഷൻ വൈസിൽ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും: എ പ്ലസ് ബി, ദെൻ അതുപോലെ തന്നെ എന്താണ്? സി പ്ലസ് ഡി. അതാണ് അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുക. എ പ്ലസ് ബി, ദെൻ സി പ്ലസ് ഡി. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? എ പ്ലസ് സി കോളത്തിൻ്റെ ടോട്ടൽ, അതുപോലെ തന്നെ ബി പ്ലസ് ഡി കോളത്തിൻ്റെ ടോട്ടൽ. ആ അർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഇനി നമ്മളെ സംബന്ധിച്ച് ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാണണം. അപ്പോൾ ഫസ്റ്റ് നമ്മളിനി ടേബിളിൽ നമ്മൾ എഴുതുന്നു. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുക 31, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദെൻ 469, 185, then 1315. ഇത്രയുമാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുക, ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും വരുന്ന റോയുടെ ടോട്ടലും അതിൻ്റെ കോളത്തിൻ്റെ ടോട്ടലും, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളത്തിൻ്റെ ടോട്ടലും അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് 31ൻ്റെ അത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോയുടെ ടോട്ടൽ.
അപ്പം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോയുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് 500 കിട്ടും. ദെൻ ഇൻറ്റു എന്താണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളം എന്ന് പറയുന്നത് എ പ്ലസ് സി. അതുകൊണ്ട് എ പ്ലസ് സി ഡിവൈഡഡ് ബൈ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ടേബിളിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 2000 ആണ്. അപ്പോൾ ഇത് നമ്മളിനി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റോയുടെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോയുടെ ടോട്ടൽ 500 ഇൻറ്റു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളത്തിൻ്റെ ടോട്ടൽ 216 ഡിവൈഡഡ് ബൈ 2000 ഈസിക്കൽ ടു അതിൻ്റെ വാല്യൂ കിട്ടുക 31 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കിട്ടുക 54 ആണ്. 54. അപ്പോൾ ഇതായിരിക്കും 31 എന്ന് പറയുന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ അഥവാ ആക്ച്വൽ ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്പെക്റ്റഡ് അഥവാ തിയററ്റിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുക. ഇനി അടുത്തതായി 469 ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാണണം. അപ്പോൾ 469 റെപ്രസെൻ്റ് ചെയ്യുന്ന റോയുടെ ടോട്ടൽ, 469 റെപ്രസെൻ്റ് ചെയ്യുന്ന റോയുടെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ ബി പ്ലസ് ഡി, ദാറ്റ് ഈസ് ഇൻറ്റു ബി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ എ പ്ലസ് ബി എന്ന് പറയുക, അല്ലെങ്കിൽ 469 റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ റോയുടെ ടോട്ടൽ എന്ന് പറയുക 500 ഇൻറ്റു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളത്തിൻ്റെ ടോട്ടൽ എന്ന് പറയുക 1784 ഡിവൈഡഡ് ബൈ 2000. അപ്പോൾ നമുക്ക് കിട്ടുക അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 446 ആണ്. 446. ഇനി അടുത്തത് നമ്മളെ സംബന്ധിച്ച് 185ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. 185 ആണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇതുപോലെ തന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോയുടെ ടോട്ടൽ, ദാറ്റ് ഈസ് സി പ്ലസ് ഡി. അതാണ് റോയുടെ ടോട്ടൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് എത്രയാണ്? 1500 ആണ്. ഡിവൈഡഡ് ബൈ ഇൻറ്റു സി പ്ലസ് ഡി ഇൻറ്റു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളത്തിൻ്റെ ടോട്ടൽ, 185 റെപ്രസെൻ്റ് ചെയ്യുന്ന കോളത്തിൻ്റെ ടോട്ടൽ എ പ്ലസ് സി എന്ന് പറയുമ്പോൾ അത് 216 ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ സി പ്ലസ് ഡി എന്ന് പറയുക 1500. അപ്പോൾ 1500 ഇൻറ്റു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളം എന്ന് പറയുക 216 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ 2000. അപ്പോൾ 185ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുക 162 ആണ് വരെ. 162. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ അടുത്ത 1315ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഫ്രീക്വൻസി കണ്ടെത്താമോ? അപ്പോൾ 1315നെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോ എന്ന് പറയുക സി പ്ലസ് ഡി ആണ്. അത് 1500 ആണ്. അതിൻ്റെ കൂടെ ഇൻറ്റു അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോളം എന്ന് പറയുന്നത് ബി പ്ലസ് ഡി ആണ്. ദറ്റ് ഈസ് ബി പ്ലസ്
ഡി, ബി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ സി പ്ലസ് ഡി എന്ന് പറയുക 1500 ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് പറയുക 1315 റെപ്രസെൻ്റ് ചെയ്യുന്ന കോളം എന്ന് പറയുക ബി പ്ലസ് ഡി, അതിൻ്റെ ടോട്ടൽ എന്ന് പറയുക 1784 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ 2000. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വരിക 1338 ആണ്. അപ്പോൾ ഈ രീതിയിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയെയും റെപ്രസെന്റ് ചെയ്യുന്ന ആ റോയുടെ ടോട്ടൽ ഇൻറ്റു അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ കോളത്തിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോഴാണ് നമുക്കിവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുക. ഇവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ലഭ്യമാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി 2x2 കണ്ടിജൻസി ടേബിളിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മളുടെ റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ എന്നുള്ള ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി തുടർന്ന് നമ്മളുടെ ഒ മൈനസ് ഇ ഓൾ സ്ക്വയർ കാണുക. ദെൻ ഒ മൈനസ് ഇ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ കാൽക്കുലേറ്റ് ചെയ്യുക. കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുക. അതിനുശേഷം നമ്മളുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%, അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇവിടെ കൈ സ്ക്വയർ ടെസ്റ്റിൽ 2x2 കണ്ടിജൻസി ടേബിൾ ആകുമ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇപ്രകാരമാണ്: R-1 ഇൻറ്റു C-1. അതായത് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ അതിൽ നിന്നൊന്ന് കുറയ്ക്കുക, ദെൻ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അതിൽ നിന്നൊന്ന് കുറയ്ക്കുക, അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കത് 1 ഇൻറ്റു 1 ആണ് കിട്ടുക. അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ അതിൻ്റെ ടേബിൾ വാല്യൂ, കൈ സ്ക്വയറിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുക 3.841 ആണ്. നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ 14.66 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ. വി റിജക്ട് null hypothesis. So attack and inoculation are not independent. The inoculation is effective. അപ്പോൾ നമ്മളുടെ null hypothesis എന്തായിരുന്നു? Inoculation is not effective എന്നുള്ളതാണ്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എന്താണ്, ആ വാക്സിനേഷൻ ഇഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇഫക്റ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ അതെന്താണ്, പരസ്പരം അസോസിയേറ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് അല്ല. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ രണ്ട് ആട്രിബ്യൂട്ട്സും ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ളതാണ്. അവ അസോസിയേറ്റഡ് ആണ്. അതായത് ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്കെന്താണ്, ഈ രോഗത്തെ തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇനോക്കുലേഷൻ ഇഫക്റ്റീവ് ആണ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ Q12 എക്സസൈസ് നമ്പർ 8 അതും 2x2 കണ്ടിജൻസി ടേബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആട്രിബ്യൂട്ട്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ടെസ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അത്
നമ്മളിപ്പോൾ പഠിച്ച രീതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുക. ടെക്സ്റ്റിൽ ഓൾട്ടർനേറ്റ് മെത്തേഡും കൊടുത്തിട്ടുണ്ട്, അത് വേണ്ടവർക്കൊന്ന് നോക്കാവുന്നതുമാണ്. പ്രോബ്ലം ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഇന്ന മെത്തേഡ് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ച ആ രീതിയിൽ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. ആ ഓൾട്ടർനേറ്റ് മെത്തേഡ് അവിടെ ചെയ്തിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതുമാണ്. താങ്ക് യു. ഈ ക്വസ്റ്റ്യനും അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.